തീപ്പന്തമായി വന്ന് നനഞ്ഞ പടക്കമായി മാറിയ ഒരു നടനുണ്ട് കേരളത്തിൽ. ആ നടൻ്റെ പേര് ഷഫീഖ്. കോഴിക്കോട് ജനിച്ച ഷഫീഖ് ബ്രേക്ക് ഡാൻസ് ചുവടുകൾ ആദ്യമായി മലയാളത്തിൽ പരിചയപ്പെടുത്തിയ നടനാണ്. 1986 പുറത്തിറങ്ങിയ ലവ് സ്റ്റോറിയാണ് ഷഫീഖിൻ്റെ ആദ്യ ചിത്രം. എം മണി സംവിധാനം ചെയ്ത ഈ ചിത്രം സൂപ്പർ ഹിറ്റായി മാറി. അന്നത്തെ റൊമാൻറ്റിക് നായകനായിരുന്ന റഹ്മാന് എതിരാളിയായി ഷഫീഖ് വളർന്നു വരുമെന്ന് സിനിമാ ലോകം കരുതി. സിനിമാ വാരികകൾ ഷഫീഖിൻ്റെ അഭിമുഖങ്ങൾ അച്ചടിച്ചു. ഷഫീഖിൻ്റെ ബ്രേക്ക് ഡാൻസ് ചുവടുകൾ യുവാക്കൾക്ക് ഹരമായി മാറി. ലവ് സ്റ്റോറി റിലീസ് ചെയ്ത എല്ലാ തിയേറ്ററുകളിലും 100 ദിവസം തികച്ചു. കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു ഈ എം മണി ചിത്രം. ഷഫീഖ് അടുത്തതായി അഭിനയിച്ചത് നാളെ ഞങ്ങളുടെ വിവാഹം എന്ന ചിത്രത്തിലാണ്. എം മണി തന്നെയാണ് ഈ ചിത്രവും നിർമ്മിച്ചത്. ശങ്കറും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്നു. ഷഫീഖിൻ്റെ താരമൂല്യം ചിത്രത്തെ രക്ഷിക്കുമെന്ന് എം മണി കരുതിയെങ്കിലും നാളെ ഞങ്ങളുടെ വിവാഹം ബോക്സ് ഓഫീസിൽ തകർന്നു. മനോരമയിൽ വന്ന നോവലായിരുന്നു നാളെ ഞങ്ങളുടെ വിവാഹം. പിന്നീട് ഷഫീഖ് മലയാളത്തിൽ വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളിൽ മാത്രമേ അഭിനയിച്ചുള്ളൂ. ഇഷ്ടം തരൂ, ഇത്രയും കാലം, മംഗല്യ ചാർത്ത് തുടങ്ങിയ ചിത്രം. ആവനാഴിയിൽ ഗസ്റ്റ് റോളിൽ അഭിനയിച്ചു. മലയാളത്തിൽ തിരക്ക് കുറഞ്ഞപ്പോൾ ഷഫീഖ് തമിഴിലെത്തി. പേരെന്ന് പരിഷ്കരിച്ചു ഷഫീഖ്. വരുൺ രാജ് എന്നാക്കി മാറ്റി പേര്. ഓടങ്കൽ ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യ തമിഴ് ചിത്രം. അത് ശരാശരി ഹിറ്റായിരുന്നു. പിന്നീട് ദൂതുപോ ചെല്ലക്കിളിയെ, മീശ വളർത്തി, ഗംഗൈക്കര പാട്ട്, 10 കാപ്പ് തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഈ ചിത്രങ്ങളൊക്കെ നിർഭാഗ്യവശാൽ പരാജയമായി മാറി. വരുൺ രാജായി വേഷം മാറിയെത്തിയ അല്ലെങ്കിൽ പേര് മാറ്റിയെത്തിയ ഷഫീഖിനെ തമിഴകം സ്വീകരിച്ചില്ല. പിന്നീട് നീലച്ചിത്രങ്ങളിലെ നായകനായി ഷഫീഖ് അധപതിച്ചു. കൽപ്പന ഹൗസ് തുടങ്ങിയ രതിചിത്രങ്ങളിലൊക്കെ അഭിനയിക്കേണ്ട ഗതികേട് ഷഫീഖിന് ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കണം. മമ്മൂട്ടിയും മോഹൻലാലും റഹ്മാനും കത്തി നിൽക്കുന്ന കാലത്ത് സോളോ ഹിറ്റ് നൽകിയ നടനാണ് ഷഫീഖ്. ശങ്കറും അക്കാലത്ത് കത്തി നിൽക്കുകയാണ്. ലവ് സ്റ്റോറി എന്ന സോളോ ഹിറ്റ്. ആ സോളോ ഹിറ്റിലൂടെ പുതിയൊരു താരോദയം പ്രവചിച്ചവർക്ക് തെറ്റി. അദ്ദേഹത്തെ മലയാള സിനിമയിലെ ആരൊക്കെയോ ചേർന്ന് ഒതുക്കി എന്നുള്ളതായകം ശരി. നല്ല വേഷങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചില്ല. മാത്രമല്ല, മലയാള സിനിമ 1986 ശേഷം 2 ധ്രുവങ്ങളിലേക്ക് മാറുന്ന ഒരു കാഴ്ചയും ഉണ്ടായി. മമ്മൂട്ടിയും മോഹൻലാലും നയിക്കുന്ന 2 ധ്രുവങ്ങൾ. ഷഫീഖ്, ശങ്കർ, റഹ്മാൻ തുടങ്ങിയ നടന്മാരൊക്കെ ഔട്ടായി മാറി. തമിഴിൽ വരുൺ രാജ് എന്ന പേരിൽ ഷഫീഖ് എത്തിയപ്പോൾ അവിടെ കാർത്തിക്കും വിജയകാന്തുമൊക്കെ പച്ച പിടിച്ചിരുന്നു. കാർത്തിക്കും വിജയകാന്തുമൊക്കെ തരംഗമായി നിൽക്കുന്ന കാലം. അവിടെയും ഷഫീഖിന് അടിതെറ്റി. പിന്നീട് കൽപ്പന ഹൗസിൽ അഭിലാഷയുമൊത്ത് തുണ്ടുരംഗത്തിൽ അഭിനയിക്കുന്ന ഷഫീഖിനെ നമ്മൾ കണ്ടു. ആ ഷഫീഖിനെ കണ്ട് പ്രേക്ഷകർ വിസ്മയിച്ചു പോയി, അതിശയിച്ചു പോയി. ഖൂലി കിഡ്കി എന്ന ഹിന്ദി ചിത്രത്തിൽ വളരെ മോശമായ രീതിയിൽ വളരെ വളരെ നാണം കെടുത്തുന്ന രീതിയിലുള്ള രതിരംഗത്തിൽ ഷഫീഖ് അഭിനയിച്ചു. ഷഫീഖ് ഇപ്പോഴും കോഴിക്കോടുണ്ട്. പഴയ ഓർമ്മകൾ അദ്ദേഹത്തിന് ഉണ്ടാകും. അദ്ദേഹത്തിനിപ്പോൾ 55 വയസ്സ് കഴിഞ്ഞു കാണും.
മലയാള സിനിമയിലേക്ക് ഇനിയൊരു തിരിച്ചു വരവ് അദ്ദേഹത്തിന് സാധ്യമല്ല. പക്ഷേ സീരിയലുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ പരിഗണിക്കാവുന്നതാണ് അദ്ദേഹത്തെ.